ഒരു കാര്യം കാണിച്ചു തരാം. അതായത് കോഴിക്കോട് ബീച്ചിലെ എല്ലാ ദിവസവും പുലർച്ചെയുള്ളൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടല്ലോ, നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ, അവർ വന്ന് വെളുപ്പിന് മുതൽ ക്ലീൻ ചെയ്യുകയാണ്. അതായത് ഈ രാത്രിയും ഇന്നലെ പകലൊക്കെ വന്ന് ഇവിടെ ടൂറിസ്റ്റുകൾ ഇരിക്കും, ഭക്ഷണം കഴിക്കും. അതിന് വേസ്റ്റ് മുഴുവൻ അവിടേക്ക് ഇടും. ഈ തൊട്ട് ഇപ്പുറത്തെ ക്യാമറ മാറ്റിക്ക് യൂസ് മീ എന്ന് പറഞ്ഞിട്ട് 2 വേസ്റ്റ് ഇടാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കോർപ്പറേഷൻ്റെ. അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ബിന്നുകളുണ്ട്. ഇതിലൊന്നും തന്നെ ഇടാതെ അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടിടുക, ഇരിക്കുന്നിടത്ത് കഴിച്ചിട്ട് അവിടെ തന്നെ ഇടുക. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ പകരം ഇതിലെ ആളുകൾ നടന്നിട്ട് ഈ കഴിച്ചിട്ട് താഴെ ഇടൂല്ലോ, ആ സമയത്ത് തന്നെ അവരെ പിടിച്ചിട്ട് എടുക്കട കൊണ്ട് അതിനകത്ത് കൊണ്ട് ഇടാൻ പറഞ്ഞ് അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം അത്രയധികം വേസ്റ്റാണ്. ചേട്ടാ ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി ചെയ്യുന്നതിൽ? ഒരുപാട് വേസ്റ്റ് ഉണ്ടല്ലേ? ഒരുപാട് വേസ്റ്റ് ഉണ്ട് രാവിലെ. തൊട്ടപ്രധാന സംവിധാനം ഉണ്ടല്ലോ ഇടാൻ വേണ്ടി, അതിനകത്ത് ആരും ഇടുന്നില്ല അല്ലേ? யாரும் இதில் விடல, பாக்ஸில் உள்ள எல்லாம் தாழെ தான் விடுது. ഇത് ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ശീലമാണ്. തൊട്ടടുത്ത് തന്നെ വേസ്റ്റ് ഇടാൻ സംവിധാനം ഒരുക്കിയിട്ട് അവിടെയൊന്നും ഇടാതെ അവർ കാഴ്ച കാണുന്നു, സംസാരിക്കുന്നു, ഒപ്പം തന്നെ കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് അല്ല ഐസ്ക്രീം കഴിച്ചാൽ കപ്പ് നിലത്തേക്ക് നോക്കി മഹാവൃത്തികേടായിട്ടാണ് ബീച്ച് കിടക്കുന്നത്. പക്ഷേ ഒരു 8 മണി 9 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. കാരണം നിരവധിയായ ശുചീകരണ തൊഴിലാളികൾ ഇവിടെയുണ്ട്. കുറേ ചേച്ചിമാരെ കാണാം ബീച്ചിൻ്റെ ഭാഗത്ത് നടന്ന് നീങ്ങിക്കൊണ്ടാണ് ഈ വേസ്റ്റൊക്കെ തന്നെ പറക്കി അവർ ഈ ബീച്ച് വൃത്തിയാക്കുന്നത്. അതുകൊണ്ട് ഈ ബീച്ചിൽ എത്തുന്നവരൊന്ന് സൂക്ഷിക്കുക. കാഴ്ചകൾ കാണാം, ഈ തൊഴിലാളികളെയൊക്കെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണ ക്യാമറ കാഴ്ചകളിലൊന്നും പെടാത്ത മനുഷ്യരാണ്, പക്ഷെ അവരെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു. നോക്കൂ, കോഴിക്കോട് പോകുന്നവരായാലും അല്ലെങ്കിൽ ഈ കോഴിക്കോട് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൊട്ടടുത്ത് ബാസ്ക്കറ്റ് ഇരിക്കുമ്പോൾ എന്തിനാണ് ബാസ്ക്കറ്റിന്റെ തൊട്ട് പുറത്ത് കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്നത്? ചെറിയൊരു കാര്യം ഓർത്താൽ മതി, അവരും മനുഷ്യരാണെന്നേ, അവർക്കും ഒരു പരിധിയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ നമ്മളും ഉത്തരവാദിത്വം കാണിക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ്. ഓക്കെ, എന്തായാലും സിനോജ് അത് പറഞ്ഞു തുടങ്ങിയത് നന്നായി. ഇനി